വിദേശത്തുള്ള ഭർത്താക്കന്മാർ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം ജൈബിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തൃപ്തിപ്പെടുത്തണേ. 600 ദിർഹം 600 റിയാലൊക്കെ സീസൺ അൺസീസണിൽ ടിക്കറ്റുള്ള സമയമുണ്ട്. അൺസീസണിൽ ടിക്കറ്റുള്ള സമയം. ആ സമയത്ത് അവര് വരണം, വന്നിട്ട് തന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്തണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും. ഇതിവിടുന്ന് അങ്ങോട്ട് പോയാൽ 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടാ വരിക. മതി, 3 വർഷം നിന്നെ മറന്നുപോയി. നിന്റെ ഭാര്യ നിന്നെ മറന്നു പോവാണ് അല്ലേ? നിന്റെ ഭാര്യനെ മറന്നു പോകുന്നു. 3 വർഷം 2 വർഷം എല്ലാം കഴിഞ്ഞിട്ട് വരുമല്ലേ? അവിടത്തേക്ക് അടുത്ത ബന്ധങ്ങളായി. പിന്നെ അത് വിട്ടുമാറാത്ത ബന്ധം. എന്നും വെറുംചോറ് കഴിക്കുമ്പോ ഒരു ദിവസം ബിരിയാണി കഴിക്കണ്ടേ? ഇതല്ലേ സംഭവം. അപ്പൊ ഒരു പ്രത്യേകമായ ഒരു ടേസ്റ്റ്, പ്രത്യേകമായ ഒരു അനുകമ്പ ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് വേണം? എപ്പോഴും ഭർത്താക്കന്മാർ അവളെ വിളിച്ചുകൊണ്ടിരിക്കണം. ഗൾഫിൽ നിന്ന് വരണം വർഷത്തിൽ ഒരിക്കൽ. നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി നീ ചെലവ് ചെയ്യുന്ന ദിർഹമുണ്ടല്ലോ, ദിനാറുണ്ടല്ലോ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന സമ്പത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ള സമ്പത്താ. ഏറ്റവും വലിയ സദഖയാണ്. ഏറ്റവും വലിയ സദഖയാ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന സദഖ. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന സദഖ ഏറ്റവും വലിയ സദഖയാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ സദഖയാണ് ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുക എന്നുള്ളത്. ഏറ്റവും വലിയ ബന്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ഭാര്യയുടെ മാംസത്തിൽ നിനക്കും കടമയുണ്ട്. സഹാബത്തിന് മനസ്സിലായില്ല. യാ റസൂലല്ലാഹ് വഫീ ബുദ്ഇ അഹദികും സദഖ. അല്ലാഹുവിന്റെ റസൂൽ, നിന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ഔറത്തിലും നിനക്ക് സദഖയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, ഒരാള് തന്റെ ശാരീരിക ഇച്ഛകൾ, ശാരീരിക വികാര വിചാരങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയല്ലയോ തന്റെ ഭാര്യയെ അവൻ സമീപിക്കുന്നത്? അതും സദഖയാണോ നബിയേ? അതും ധർമ്മമാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിന്റെ ചോദ്യം. പെണ്ണുങ്ങളെ ഭാര്യയെ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത് അത് സദഖയോ? എന്താ നബി പറയുന്നത്? അത് നമ്മുടെ വികാരങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിട്ടല്ലേ? അതിന് സദഖയോ? അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു മറുചോദ്യം, നിന്റെ ബീജമുണ്ടല്ലോ, നിന്റെ ഇന്ദ്രിയത്തുള്ളിയുണ്ടല്ലോ, അത് ഹറാമായ പെണ്ണിന്റെ ഗുഹ്യഭാഗത്തിലേക്ക് വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷയുണ്ടോ സഹാബ? ശിക്ഷയുണ്ടോ സഹാബ?